നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് എന്നും അത്ഭുതമാണ് മഞ്ജു വാര്യർ. സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ടു പോയ ജീവിതം, പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി, ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട്. കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ്. 46-കാരിയായ മഞ്ജു ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ രംഗത്തേക്ക് അതിശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞ സാഹചര്യത്തിൽ 1999ഓടെയാണ് മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്നത്. എന്നാൽ ഈ താരവിവാഹം നിയമപരമായി വേർപിരിഞ്ഞതിന് പിന്നാലെ 2014 മഞ്ജു വാര്യർ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു. അതിനുശേഷം സിനിമകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് നടി. സിനിമകൾ മാത്രമല്ല, നിരവധി ഉദ്ഘാടനങ്ങളിലും മഞ്ജു എത്താറുണ്ട്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി വയനാട്ടിൽ മഞ്ജു എത്തിയ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നല്ല മഴയുണ്ടായിരുന്നു. എന്നിട്ടും ആയിരക്കണക്കിന് ആളുകളാണ് മഞ്ജുവിനെ കാണാനായി എത്തിയത്. മഴയായിട്ടും തന്നെ കാണാൻ നിന്ന ആളുകളോട് തന്റെ ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുന്നതായി മഞ്ജു വാര്യരും പറഞ്ഞു. ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ വയനാട് എന്ന് കേൾക്കുമ്പോൾ വലിയ ശക്തിയുടെയും അതിജീവനത്തിന്റെയും മുഖമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും മനസ്സിന്റെ ശക്തിയുമാണ് അതിന്റെ പ്രധാന ഭാഗം. എനിക്ക് ഈ നാട്ടിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും സ്നേഹം പങ്കിടാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവുമാണ് എന്നെപ്പോലുള്ളവരെ ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാകണമെന്നായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞത്. വയനാട്ടിൽ എത്തിയപ്പോഴുള്ള ചിത്രങ്ങൾ മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പതിവ് പോലെ ചിത്രങ്ങൾക്ക് ആരാധകരുടെ ഭാഗത്തു നിന്നും മികച്ച അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ആരാധകന്റെ കമന്റിന് പതിവിൽ നിന്നും വ്യത്യസ്തമായി മഞ്ജു വാര്യർ മറുപടി നൽകുന്നതും കാണാൻ സാധിക്കും. നമ്മൾ മഞ്ജു ചേച്ചിക്ക് വേണ്ടി എത്രയോ പടം കണ്ട് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ കളയുന്നു. ആ മഞ്ജു ചേച്ചിയുടെ ഇത്തിരി സമയം നമുക്കൊരു ഹായിലൂടെ തിരിച്ചു തരുമോ എന്ന് നമുക്ക് നോക്കാം ഗൈസ് എന്നായിരുന്നു ശ്യാം രാധാ മാധവം എന്നയാൾ കമന്റ് ഇട്ടത്. ഇതിനാണ് 3 ലവ് കമന്റ് ഇട്ടുകൊണ്ട് മഞ്ജു വാര്യർ പ്രതികരിച്ചത്. മഞ്ജു ചേച്ചിയുടെ മറുപടി എൽദോനെ സിനിമയിൽ എടുത്ത ഫീലാണ്. എനിക്കിപ്പോൾ ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് അർമാദിക്കാം. ഇത് ഞാൻ FB ഇൻസ്റ്റാ സ്റ്റാറ്റസുകളാക്കിയിട്ട് തകർക്കും. തിരക്കിട്ട ജീവിതത്തിലും ഇതുപോലൊരു മറുപടി എന്നെ പോലുള്ളവർക്ക് വളരെ ആശ്വാസമാണ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചി, ഒരുപാട് സ്നേഹം, സന്തോഷം എന്നായിരുന്നു പിന്നാലെ ശ്യാം കുറിച്ചത്. എൻ്റെ ഉമ്മ ഇപ്പോഴും പറയും, തിരൂർ വന്ന് കലോത്സവത്തിൽ കളിച്ച ഡാൻസിനെ കുറിച്ച്. കലാതിലകം ഉമ്മാക്ക് പെരുത്തിഷ്ട. എൻ്റെ നാട്ടിൽ വന്നിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റാതെ പോയി. മഞ്ജു എന്നും ഇങ്ങനെ തന്നെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഒത്തിരി ഇഷ്ടം, സ്നേഹം. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ചേച്ചിയെ ഒന്ന് നേരിൽ കാണാനും പരിചയപ്പെടണം എന്നുള്ളത്. ആ ആഗ്രഹം മാത്രം സാധിച്ചില്ല എന്നിങ്ങനെ പോകുന്നു മറ്റ് കമൻറ്റുകൾ. അതേസമയം 1998 മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വിവാഹം നടന്നത്. അന്ന് വിവാഹശേഷം നവദമ്പതികൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മഞ്ജു ഇനി അഭിനയിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് മഞ്ജുവിനെ സിനിമകൾക്കായി സമീപിച്ച പല പ്രശസ്ത സംവിധായകരും തൻ്റെ ഭാര്യയെ ഇനി അഭിനയിക്കാൻ വിടില്ലെന്ന് ദിലീപ് പറഞ്ഞതായി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ദിലീപ് ഒരിക്കലും ഇത് തുറന്ന് സമ്മതിച്ചിട്ടില്ല. വിവാഹശേഷം പല അഭിമുഖങ്ങളിലും പങ്കെടുത്തപ്പോൾ ദിലീപ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മഞ്ജു അഭിനയിക്കാത്തതിന് കാരണം അവരുടെ തന്നെ താല്പര്യക്കുറവാണെന്ന് അവകാശപ്പെട്ടിരുന്നു. പിന്നീട് വിവാഹമോചനം നേടി സിനിമയിൽ തിരികെ എത്തി മഞ്ജു വാര്യർ ഗംഭീര പ്രകടനങ്ങളുമായി സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ നടൻ നടത്തിയ വെളിപ്പെടുത്തലിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഓണക്കാലത്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആത്മാർത്ഥ സുഹൃത്ത് നാദൃശ്യയുമായി സംസാരിക്കുന്ന ദിലീപിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ആ വീഡിയോയിൽ താങ്കളുടെ ഭാര്യ മഞ്ജു വാര്യരെ എന്തുകൊണ്ട് അഭിനയിപ്പിക്കുന്നില്ല എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ ഒരു പ്രത്യേക ചിരിയോടുകൂടി ഞാനിത് എത്ര പ്രാവശ്യം അവളോട് പറഞ്ഞു എന്നാണ് നടൻ മറുപടി പറഞ്ഞത്. ആരോട് എന്ന് നാദൃശ്യ ചോദിക്കുമ്പോൾ മഞ്ജുവിനോട് എന്ന് ദിലീപ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. മഞ്ജു അഭിനയിക്ക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു എന്നോട് കല്യാണത്തിന് മുൻപ് പറഞ്ഞത്? നന്നായി നോക്കിക്കോളാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, വെറുതെ ഇരുന്നാൽ മതി എന്നൊക്കെയല്ലേ. എന്നിട്ടിപ്പോൾ പറയുന്നു ജോലിക്ക് പോകാൻ എന്നാണ് അവളുടെ മറുപടി.
അപ്പോൾ ഞാൻ പറയും, രണ്ടുപേരും ജോലിക്ക് പോയാൽ നല്ല പൈസ കിട്ടില്ലേ എന്ന്. അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടിയാണോ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എന്നാണ് അവളുടെ ചോദ്യം. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നാണ് ദിലീപ് പറഞ്ഞു നിർത്തിയത്. എന്നാൽ ദിലീപിന്റെ ഈ വെളിപ്പെടുത്തലിൽ നിഴലിക്കുന്നത് പരിഹാസത്തിന്റെ ധ്വനിയാണെന്നാണ് റെഡിറ്റ് പ്രേക്ഷകർ ഈ വീഡിയോയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്ന കേട്ട ഒരു അഭിപ്രായം. മഞ്ജു അഭിനയിക്കാൻ താല്പര്യമില്ലാത്തവളാണെന്നും ഭർത്താവിന്റെ പണം ചിലവാക്കി വെറുതെ ഇരിക്കുന്നവളാണെന്നും കാണിക്കുന്ന ക്ലാസിക് ദിലീപ്. ഭാര്യയെ ജോലിക്ക് വിടുന്ന നല്ല ഭർത്താവായിരിക്കെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവളായി അയാൾ അവളെ ചിത്രീകരിച്ചു. ഒരു പ്രേക്ഷകൻ റെഡിറ്റിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഈ പറച്ചിൽ കാണാൻ തന്നെ അസഹനീയം. ഇയാൾ ജീവിതത്തിലും നല്ലൊരു നടൻ തന്നെ. മറ്റൊരാൾ പറഞ്ഞു, നമുക്കൊക്കെ സിനിമയിൽ മാത്രമല്ല പൊതുവേദികളിൽ പോലും മുൻ ഭാര്യയ്ക്ക് ഒപ്പം നടനെ കണ്ടിരുന്നില്ല എന്നും റെഡിറ്റ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും മഞ്ജു വാര്യർ വിവാഹമോചനത്തിന് ശേഷം പൂർവാധികം ശക്തിയോടെ സിനിമാ രംഗത്തേക്ക് മടങ്ങിയെത്തി. മലയാളത്തിലും തമിഴിലുമായി പുറത്തിറങ്ങിയ ഒരുപാട് ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ ഭാഗമാണ് താരം. ഒപ്പം തന്നെ മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നായിക നടിയും മഞ്ജു തന്നെയാണ്. എന്നാൽ ഒരിക്കൽ പോലും സിനിമയിൽ നിന്ന് 14 വർഷത്തോളം മാറി നിൽക്കേണ്ടി വന്നതിനെക്കുറിച്ച് താരം ഒരിക്കലും പരാതിപ്പെടുന്നത് കണ്ടിട്ടേയില്ല. അഭിനയ ജീവിതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് മലയാള സിനിമയിലെ യുവതാരമായിരുന്ന ദിലീപുമായി മഞ്ജു വാര്യർ വിവാഹിതയാകുന്നത്. 1998 നടന്ന ഈ വിവാഹം മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ചു. വിവാഹശേഷം മഞ്ജു സിനിമയിൽ നിന്ന് ഒരു നീണ്ട ഇടവേള എടുത്തു. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം നൽകി അഭിനയ ലോകത്ത് നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന മഞ്ജു പിന്നീട് വർഷങ്ങളോളം പൊതുവേദികളിലോ സിനിമാപരമായ ചടങ്ങുകളിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ 2014 മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വിവാഹമോചനം നേടി. ഈ വാർത്ത മലയാളികൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കി. ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച ഈ വിവാഹമോചനത്തിനു ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. ഈ വിഷയങ്ങളിലെല്ലാം മഞ്ജു വലിയ സംയമനത്തോടെയാണ് പ്രതികരിച്ചത്. 2014 റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യരുടെ ഗംഭീരമായ രണ്ടാം വരവ്. പ്രായഭേദമില്ലാതെ ഒരു സ്ത്രീക്ക് തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ കഴിയുമെന്ന് ഊന്നിപ്പറഞ്ഞ ഈ ചിത്രം മഞ്ജുവിന്റെ തിരിച്ചുവരവ് പോലെ തന്നെ ഏറെ പ്രസക്തമായി. ഈ സിനിമ ഒരു വലിയ വിജയമായി മാറുകയും മഞ്ജുവിന് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ച സ്വീകാര്യതയ്ക്ക് തെളിവാകുകയും ചെയ്തു. അതിനുശേഷം ഉദാഹരണം, സുജാത, ആമി, ഒടിയൻ, ലൂസിഫർ, അസുരൻ, തുനിവ് തുടങ്ങിയ സിനിമകളിലൂടെ തന്റെ അഭിനയ പാടവം വീണ്ടും തെളിയിച്ച അവർ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ പദവി ഉറപ്പിച്ചു. പഴയകാല നടി എന്നതിലുപരി പുതിയ കാല സിനിമകളിലെയും അനിവാര്യ സാന്നിധ്യമായി മഞ്ജു വാര്യർ മാറിക്കഴിഞ്ഞു.